സൗമ്യയുടെ അമ്മ ഇത്രയും നീചമായി എൻ്റെ കുട്ടീനെ ഇങ്ങനെ ചെയ്തിട്ട് അവസാനം തൂക്കുകയറില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷമമുണ്ടത് കേൾക്കുമ്പോൾ നെഞ്ച് പൊട്ടി പോകുന്ന വാക്കുകളാണ് സുപ്രീം കോടതി എനിക്ക് കേൾക്കേണ്ടി വന്നത്. ഇത്ര നേരം ഞാൻ നീതി കിട്ടുമെന്ന് വിചാരിച്ച ഞാനിപ്പോൾ തീർച്ചയായിട്ടും ഒന്നും വാദിക്കാൻ അറിയാത്തൊരു വക്കീലിനെ കൊണ്ട് നിർത്തിയിട്ട് എൻ്റെ കുട്ടിയുടെ കേസിൻ്റെ വിധി ഇങ്ങനെയാക്കിയില്ലേ. ഉണ്ട്, സർക്കാരിൻ്റെ ഒരു ഇടപെടൽ കുറവായ കാരണം തന്നെയാണ് ഇത് ഇങ്ങനെയെല്ലാം സംഭവിച്ചത്. കൊടുക്കാൻ ഇനി ഇതിൻ്റെ പിന്നാലെ തന്നെയാണ് ഞാൻ. കാരണം എവിടെ എനിക്ക് നീതി കിട്ടുമോ അവനെ തൂക്കിക്കൊല്ലം വിധിക്കുന്നവരെ ഞാൻ അതിൻ്റെ പിന്നാലെ തന്നെ പോവും. ഞാൻ എവിടേക്ക് നീതി കിട്ടുമോ അവിടെ വരെ ഞാൻ പോവും. മുഖ്യമന്ത്രിയെ കാണും, എൻ്റെ കാര്യങ്ങൾ ഞാൻ പറയും. എനിക്ക് നീതി കിട്ടുന്നവരെ ഞാൻ അവിടെ ഒരു പെൺകുട്ടീനെ ഇങ്ങനെയല്ല ചെയ്തിട്ട് അവസാനം കിട്ടുന്ന ഒരു പ്രതീക്ഷ ഞാൻ ഇത്ര നേരം ഇരുന്നത്. ഒന്നും അറിയാത്തൊരു വക്കീലിനെ കൊണ്ട് നിർത്തിയിട്ട് എൻ്റെ കുട്ടിയുടെ കേസ് ഇങ്ങനെയെല്ലാം കുഴച്ച് മറിച്ചില്ലേ. ഞാനിതിന് എവിടെ വരെ പോകാൻ പറ്റുമോ അവിടെ വരെ ഞാൻ പോവും. ഞാൻ മുഖ്യമന്ത്രിനെ കാണും. കൊടുത്തിട്ടുണ്ട്. അന്ന് ഞാൻ ആവശ്യപ്പെട്ടത് എൻ്റെ വക്കീൽ ഈ കേസ് കീഴ്ക്കോടതിയിൽ ഹൈക്കോടതിയിൽ ബാധിച്ച വക്കീലിനെ തന്നെ സുപ്രീം കോടതിയിലേക്ക് തന്നെ വേണം പറഞ്ഞിട്ടാണ് ഞാനതിന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അവരത് ശ്രമിക്കാമെന്ന് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഗോവിന്ദൻ ജാമ്യം അന്ന് കൊടുത്ത് അത് തള്ളിപ്പോയി, ജാമ്യം തള്ളിപ്പോയിരുന്നു. പിന്നീട് ഇപ്പോൾ ഈ ഭരണം മാറിക്കഴിഞ്ഞപ്പം ഇവരിങ്ങനെ ഒരു വക്കീലിനെ മാറ്റിയതോ ഒന്നും ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ ഭരണം മാറി വക്കീലിനെ മാറ്റി ഒന്നും അറിയാത്ത ഒരു വക്കീലിനെ കൊണ്ടുപോയിട്ട് അവിടെ നിർത്തി. ഒന്നും അയാൾക്ക് അറിയൂല. എൻ്റെ കുട്ടിയുടെ കേസിന് ഇത്രമാത്രം തെളിവുകൾ ഉണ്ടായിട്ട് 1, 2, 3, 4 തെളിവുകളല്ല, അവളുടെ നഖത്തിൻ്റെ ഉള്ളിൽ നിന്ന് അവനെ പിച്ച് മാന്തിയിട്ടുള്ള അവൻ്റെ തൊലിയാണ് അവളുടെ ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയത്. എന്നിട്ട് പോലും തെളിവില്ല എന്ന് പറഞ്ഞ് സുപ്രീം കോടതി എന്താ ഇങ്ങനെ അറിയില്ല. ഇത്രയെല്ലാം തെളിവുകളുണ്ടായിട്ട് എൻ്റെ കുട്ടിയുടെ ദേഹത്ത് നിന്ന് അവൻ്റെ മുടിയടക്കം കിട്ടി. പല തെളിവുകളും എൻ്റെ കുട്ടിയുടെ ദേഹത്ത് നിന്ന് അവൻ്റെ നിന്ന് കിട്ടി. അവൾക്കും അത് ഏറ്റവും വലിയ തെളിവുള്ളൂ. അവൻ്റെ ശരീരത്തിൽ അവളുടെ നഖത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന അവൻ്റെ തൊലികൾ, ആ മാംസം മുഴുവൻ അവളുടെ നഖത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്നില്ല. അതല്ലല്ലേ വലിയ തെളിവ്. എന്നിട്ട് എന്ത് സുപ്രീം കോടതി ഇങ്ങനെ ഒരു നീതി പറഞ്ഞതെന്ന് എനിക്കറിയില്ല.
എന്തായാലും ഇതിൻ്റെ പിന്നിൽ ആരെല്ലാം ഉണ്ടെന്നുള്ള കാര്യത്തിൽ സത്യം തന്നെയാണ്. അല്ലാതെ ഇതൊരിക്കലും ഇങ്ങനെ വരില്ലേ. ഇത് ഒന്നും അറിയാത്തൊരു വക്കീലിനെ കൊണ്ട് നിർത്തിയിട്ട് ഇങ്ങനെ ഒരു വിധി പറയേണ്ട ഒരു അവസ്ഥയിലെത്തിച്ചത് വളരെ ദുഃഖമായുള്ളൊരു കാര്യമാണത്. ഞാൻ അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ആഗ്രഹിച്ചതായിരുന്നു, 2011 എൻ്റെ കുട്ടിക്ക് ഇത് സംഭവിച്ച അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ആഗ്രഹിച്ചതായിരുന്നു ഇനിയൊരു സൗമ്യം ഉണ്ടാവരുതെന്ന്. പക്ഷേ ദിവസം സൗമ്യന്മാർ കൂടി വരിക. ഇനിയിപ്പോൾ കൂടുതലാവുകയല്ലേ ഉള്ളൂ. കാരണം ഗോവിന്ദൻചാമിക്ക് തൂക്കുകയറിയില്ലല്ലോ. ഇനി ആൾക്കാർക്ക് എന്ത് ദുരന്തം ചെയ്താൽ എന്താ, ഒന്നിനും ഒരു കാര്യമില്ല. അപ്പോൾ ഇനി സൗമ്യന്മാരുണ്ടായിക്കൊണ്ടിരിക്കുകയുള്ളൂ. അതുണ്ടാവാതിരിക്കാൻ ഞാൻ എവിടെ വരെ പോകാൻ പറ്റുമോ അവിടെ വരെ ഞാൻ പോവും. അതിന് ഈ കോടാനക്കോടി ജനങ്ങൾ എൻ്റെ കൂടെ ഉണ്ട്, അതെനിക്ക് നല്ല ഉറപ്പുണ്ട്. ഞാൻ പോയിരിക്കും.